മുളപ്ര വിശുദ്ധ അൽഫോൺസ ദേവാലയത്തിൽ നൊവേനയും തിരുനാളും 19 മുതൽ 28 വരെയുള്ള ദിവസങ്ങളിൽ. This news is brought to you by ആരാധനാ പ്രാധാന്യം കൊണ്ട് പ്രത്യേകതയർഹിക്കുന്നതാണ് മുളപ്ര വിശുദ്ധ അൽഫോൺസ ദേവാലയം. ഇവിടെ അൽഫോൺസാമ്മയുടെ നൊവേനയും തിരുനാളും 19 മുതൽ 28 വരെയുള്ള ദിവസങ്ങളിൽ നടക്കുമെന്നും ഇതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായെന്നും ഇടവക വികാരി ഫാദർ കുര്യാക്കോസ് അറയ്ക്കൽ പറഞ്ഞു. മുളപ്ര സെൻറ്റ് അൽഫോൻസ ദേവാലയത്തിൽ ആഘോഷപൂർവ്വം ആചരിക്കപ്പെടുന്ന 10 ദിവസം നീണ്ടു നിൽക്കുന്ന തിരുനാൾ ആഘോഷങ്ങൾ സമാരംഭിക്കുകയാണ്. 19-ാം തീയതി മുതൽ 28-ാം തീയതി വരെയാണ് ആഘോഷങ്ങൾ നടത്തപ്പെടുന്നത്. സഹനത്തിൻ്റെ പുണ്യപുത്രിയും നമ്മുടെ കാലത്തോട് ഏറ്റവും അടുത്ത കാലത്ത് ജീവിച്ചു പോയവളുമായ ഈ വിശുദ്ധ അനന്തര സാധാരണമായ ആത്മീയ സൗന്ദര്യത്തിന് ഉടമയായിരുന്നു. അതുകൊണ്ട് തന്നെ അവളുടെ മാധ്യസ്ഥം വഴി സ്വർഗീയ പിതാവിൽ നിന്നും ആത്മീയവും ഭൗതികവുമായ നന്മകൾ ലഭിക്കുവാൻ ഇന്ന് സാധിക്കുന്നു എന്നുള്ളതാണ് സത്യം. മലയോരത്ത് വിശുദ്ധ അൽഫോൻസാമ്മയുടെ നാമത്തിൽ അധികം ദേവാലയങ്ങളൊന്നുമില്ല. ഈ ഭാഗത്തുള്ള ഏറ്റവും പ്രമുഖമായ ദേവാലയമാണ് സെൻറ്റ് അൽഫോൻസ ചർച്ച് മുളപ്ര. ഈ പ്രദേശത്ത് നാനാജാതി മതസ്ഥരായ ആൾക്കാർ ഈ വിശുദ്ധയുടെ മാധ്യസ്ഥ തേടി തിരുനാളിൽ പങ്കെടുക്കുകയും അനുഗ്രഹങ്ങൾ പ്രാപിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. ഈ അവസരത്തിൽ ഈ തിരുനാളിലേക്ക് ഏവരെയും ഏറെ സ്നേഹത്തോടെ ഹൃദ്യമായി ക്ഷണിച്ചുകൊള്ളുന്നു. 19 വൈകുന്നേരം 3:45 തിരുനാളിന് കൊടിയേറ്റുക. തുടർന്ന് പ്രസൂതേന്തി സമർപ്പണം, ആഘോഷമായ വിശുദ്ധ കുർബാന, വചന സന്ദേശം, നൊവേന, തിരുശേഷിപ്പ് വണക്കം എന്നിവയ്ക്ക് ഫാദർ ഡോക്ടർ മാത്യു കൊട്ടുകാപ്പള്ളി കാർമ്മികത്വം വഹിക്കും. 20 മുതൽ 28 വരെയുള്ള എല്ലാ തിരുനാൾ ദിവസങ്ങളിലും വൈകുന്നേരം 4 മണിക്ക് പ്രസൂതേന്തി സമർപ്പണം, ആഘോഷമായ വിശുദ്ധ കുർബാന, വചന സന്ദേശം, നൊവേന, തിരുശേഷിപ്പ് വണക്കം എന്നീ തിരുക്കർമ്മങ്ങൾ നടക്കും. തിരുനാൾ സമാപന ദിവസമായി 28 രാവിലെ 9:30 ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് മാനന്തവാടി രൂപത ഓക്സിലറി ബിഷപ്പ് മാർ അലക്സ് താരാമംഗലം കാർമ്മികത്വം വഹിക്കും. 11:30 ലതീഞ്ഞ്, തുടർന്ന് മഞ്ഞക്കാട് ജംഗ്ഷനിലേക്ക് പ്രദക്ഷിണം, സമാപന ആശീർവാദം, തിരുശേഷിപ്പ് വണക്കം എന്നിവയ്ക്ക് ശേഷം ഊട്ടുനേർച്ചയോടെ തിരുനാൾ സമാപിക്കും. മലയോരത്തെ പ്രധാനപ്പെട്ട ആരാധനാലയത്തിൻ്റെ സമീപത്തുള്ള പാലത്തിൻ്റെ നിർമ്മാണം നടക്കുന്നതിനാൽ തിരുനാളിൽ പങ്കെടുക്കാനുള്ള സൗകര്യത്തിനായി പാലത്തിൽ പ്രത്യേക നടപ്പാത ഒരുക്കിയിട്ടുണ്ടെന്നും എല്ലാവരെയും തിരുനാൾ ആഘോഷത്തിലേക്ക് ക്ഷണിക്കുന്നതായും ഫാദർ കുര്യാക്കോസ് അറയ്ക്കൽ പറഞ്ഞു. തിരുനാൾ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ആത്മീയവും ഭൗതികവുമായ എല്ലാ ഒരുക്കങ്ങളും ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. ഇവിടുത്തെ പ്രത്യേകതകളായ തിരുശേഷിപ്പ് വണക്കവും പ്രതിസന്ധി സമർപ്പണവും മറ്റ് തിരുനാൾ അനുഷ്ഠാനങ്ങളുമൊക്കെ വേണ്ടവിധം ക്രമീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മുളപ്ര പാലം പൊളിച്ചിട്ട പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ യാത്രാ സൗകര്യത്തിൻ്റെ അപര്യാപ്തതയുണ്ട് എന്ന് സംശയം ചിലർക്കെങ്കിലും തോന്നിയേക്കാമെങ്കിലും ആ പരിമിതി പരിഹരിച്ച് നല്ല തരത്തിൽ യാത്രായോഗ്യമായ പാലം നിർമ്മിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഏവരെയും അറിയിക്കട്ടെ. ഇവിടെ കടന്നു വരുന്ന എല്ലാവർക്കും യഥേഷ്ടം തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കാനും അനുഗ്രഹങ്ങൾ പ്രാപിക്കാനും വേണ്ട എല്ലാ ക്രമീകരണം ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഏറെ സ്നേഹത്തോടെ അറിയിക്കുകയും ചെയ്യുന്നു. ശ്രീ ശങ്കരാചാര്യയിൽ +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി കോഴ്സുകൾ. വരും വർഷങ്ങളിലെ തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് അപ്ഡേറ്റ് ചെയ്ത മികച്ച സിലബസ്, ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, ലാബുകൾ,
സെൻട്രലൈസ്ഡ് പ്ലേസ്മെന്റ് സെല്ലിലൂടെ മികച്ച തൊഴിൽ നേടാൻ അവസരം. തൊഴിലാണ് ലക്ഷ്യമെങ്കിൽ ശ്രീ ശങ്കരാചാര്യ.